Okay, today the topic is problems on multiple connected cell. Okay, multiple connected cellനെ ബേസ് ചെയ്തുള്ള തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ തിയറിയും അതിൻ്റെ ഇക്വേഷൻസും പറഞ്ഞായിരുന്നു. എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. Okay, first question. For the segmented section as shown in figure, this is a figure, it is given. Determine the shear flow in different segments when subjected to a torque of 10 raised to 7 Newton millimeter. ടോർക്കിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് ആന്റി ക്ലോക്ക് വൈസ്. ദെൻ ഡയമെൻഷൻസ് ആർ എസ് ഫോളോസ്. ഓരോ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. എ ബിയുടെ വാല്യൂ 670 mm, ബി സിയുടെ വാല്യൂ ബി സി, സി ഡി, എ ഡി ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഡി എ, ഈ ഒരു പോർഷൻ ഡി ഇ എ എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. വാൾ തിക്നെസ് ഈസ് തിൻവാൾഡ് ട്യൂബാണ് നമ്മൾ പഠിക്കുന്നത്. സോ വാൾ തിക്നെസ് ഓരോ സെക്ഷനും എ ബി സി ഡി എ, ഈ ഒരു പോർഷൻ്റെ തിക്നെസ് 0.9. ഈ ഒരു പോർഷൻ ഡി ഇ എ, പോർഷൻ ഡി ഇ എയുടെ തിക്നെസ്സും തന്നിട്ടുണ്ട് 0.6. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സെക്കൻഡ് സെഗ്മെന്റ്. A2ന്റെ വാല്യൂ 200 × 10³ millimeter square, A1 68 × 10³ millimeter square. ഓക്കെ, പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഷിയർ ഫ്ലോ ആണ്. ഡിറ്റർമൈൻ ദി ഷിയർ ഫ്ലോ ഇൻ ഡിഫറെന്റ് സെഗ്മെന്റ്സ്. ഓക്കെ, ടോർക്ക് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഷിയർ ഫ്ലോ മാർക്ക് ചെയ്യേണ്ടത്. സോ Q2 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. സെൽ 1ന്റെ Q1 അതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഷിയർ ഫ്ലോസ് Q1 ആൻഡ് Q2 ആർ ഇൻ ദ സെയിം സെൻസ് ആസ് ദി അപ്ലൈഡ് ടോർക്ക്. സോ അപ്ലൈ ചെയ്തിരിക്കുന്ന ടോർക്ക് ഏതാണോ ആ ഡയറക്ഷനിൽ തന്നെയാണ് Q2 Q1 മാർക്ക് ചെയ്തിരിക്കുന്നത്. Q3 നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഷിയർ ഫ്ലോ Q3 ഈസ് അസ്യൂം ടു ബി ആക്ടിങ് അപ്വേർഡ്സ്. ഈ ഒരു ഡി എ എന്ന് പറഞ്ഞ പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫ്ലോ Q3 അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആൻ ഇനിഷ്യൽ അസംഷൻ. സോ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ആ സെക്ഷനിലേക്ക് വന്ന് ചേരുന്ന ഷിയർ ഫ്ലോ ഈസ് ഈക്വൽ ടു ഈ സെക്ഷനിൽ നിന്ന് പോകുന്ന ഷിയർ ഫ്ലോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സെക്ഷൻ ഡി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഷിയർ ഫ്ലോ അറ്റ് ദി ജംഗ്ഷൻ ഡി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? Q2 ആൻഡ് Q3. Q2ഉം Q3യും ഡിയിലേക്ക് വരുന്നതും Q1 ഡിയിൽ നിന്ന് പോകുന്നതുമാണ്. സോ Q1 ഈസ് ഈക്വൽ ടു Q2 പ്ലസ് Q3. Q2ഉം Q3യും ജംഗ്ഷനിലേക്ക് വരുന്നതും Q1 ജംഗ്ഷനിൽ നിന്ന് പോകുന്നതുമാണ്. അതാണ് ഇങ്ങനെ എഴുതിയത്. സോ Q3 എന്ന് പറയുന്നത് Q1 മൈനസ് Q2 എന്ന് എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഷിയർ ഫ്ലോയുടെ ഫസ്റ്റ് ഇക്വേഷൻ Q3 is equal to Q1 minus Q2. Okay. For the cell A1, for the cell 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സെൽ 1 DEA. സെൽ 1ന്റെ ടോർക്ക് എന്ന് പറയുന്നത് 2Q1A1. ടോർക്ക് ടേക്കൺ അപ്പ് ബൈ ദി സെൽ 1 2Q1A1. സെൽ ടേക്കൺ അപ്പ് ബൈ ദി ടോർക്ക് taken up by the cell 2. Cell 2 taken up ചെയ്യുന്ന ടോർക്ക് ABCDA. ABCD എന്ന് പറയുന്ന സെൽ 2 ആക്ട് ചെയ്യുന്ന ടോർക്ക് T2 ഈസ് ഈക്വൽ ടു 2Q2A2. ഓക്കെ, അന്നേരം അപ്ലൈ ചെയ്ത ടോർക്ക് T ഈസ് ഈക്വൽ ടു ടോർക്ക് അപ്ലൈ T ഈസ് ഈക്വൽ ടു ദിസ് T1 പ്ലസ് T2. ഓക്കെ, ടോട്ടൽ ടോർക്കിന്റെ വാല്യൂ given 10 raised to 7 Newton millimeter. So 10 raised to 7, 2 into Q1 into A1 plus 2 into Q2 into A2. Okay, so 10 raised to 7 is equal to 2 into Q1 unknown ആണ്. A1 ന്റെ വാല്യൂ 68 into 10 raised to 3 plus 2 into Q2 into A2 ന്റെ വാല്യൂ 200 into 10 raised to 3. 200 into 10 raised to 3. So our equation becomes 136 Q1.
ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 68 ഇൻറ്റു 2 136 Q1 പ്ലസ് 200 ഇൻറ്റു 2 400 Q2. ഈ 10⁻⁷ ഇവിടുത്തെ 10⁻³ ആയിട്ട് ക്യാൻസലായി. ഫൈനൽ ഇക്വേഷനാണ് 136 Q1 പ്ലസ് 400 Q2 ഈസ് ഈക്വൽ ടു 10⁻⁴. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി ഓരോ സെല്ലും കൺസിഡർ ചെയ്യുക. ഫോർ സെൽ 1 എന്ന് പറയുന്നത് ADEA. ഇതാണ് സെൽ 1, ADEA. ജനറൽ ഇക്വേഷൻ അറിയാമല്ലോ. 2G θ A1 ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽസ് എത്ര ആണോ അതിൻ്റെ സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ds/t. എത്ര സെല്ലാണോ അതിൻ്റെ മീഡിയൻ ലൈനിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ തിക്നെസ് ഇൻറ്റു Q. ഷിയർ ഫ്ലോയും കൂടെ വരും. ഓക്കെ, ഇൻ്റഗ്രൽ Q ds/t. ഇതാണ് സെൽ 1 ആകുമ്പോൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ഓക്കെ, Q1 ഉം Q3 വരുന്നുണ്ട് സെൽ 1 ആകുമ്പോൾ. സോ അതുകൊണ്ടാണ് S1 Q1/T1. ഇത് തന്നെ S1 Q1/T1. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ Q1 ഉം ഈ Q1 ഇതിലേ വന്ന് ഇങ്ങനെ പോവുകയാണ്. സോ Q1 ഉം Q3 ഉം ഒരേ ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ടാണ് S1 Q1/T1 പ്ലസ് S3 Q3/T3 എന്ന് എഴുതിയത്. 2G θ ഇൻറ്റു A1ൻ്റെ വാല്യൂ 68 ഇൻറ്റു 10⁻³ 68 ഇൻറ്റു 10⁻³ ആണ് A1ൻ്റെ വാല്യൂ. S1 എന്ന് പറഞ്ഞ് ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈനിൻ്റെ ലെങ്ത് S1. DEAയുടെ വാല്യൂ തന്നിട്ടുണ്ട്. DEA ഈസ് ഈക്വൽ ടു 670. അതാണ് 670 ഇൻറ്റു Q1/T1 എന്ന് പറയുന്ന തിക്നെസ് തന്നിട്ടുണ്ട് 0.6 mm ഫോർ പോർഷൻ DEA 0.6 പ്ലസ് S3യുടെ വാല്യൂ. S3 എന്ന് പറയുന്നത് ഈ ലെങ്ത് DEAയുടെ വാല്യൂ 330. സോ 330 ഇൻറ്റു Q3/T3 എന്ന് പറയുന്നത് wall thickness is 0.9 mm for the portion ABCDE യുടെയാണ് 0.9. ഓക്കെ, ABCDA. ഓക്കെ, ആ DAയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വാൾ തിക്നെസ് ഈസ് 0.9 mm ഫോർ ABCDA 0.9 ആണ്. സോ 0.9 T3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 16.42 Q1 പ്ലസ് 5.39 Q3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻³ G θ എന്ന് വരും. ഓക്കെ, ഈ 68 എന്ന് പറയുന്നത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 ഇൻറ്റു 10⁻³ ഇൻറ്റു G θ ഓൾറെഡി ഇവിടെ ഉണ്ട്. 68 ഈ രണ്ടിടത്തും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. അടുത്ത സെൽ 2 കൺസിഡർ ചെയ്യുക. സെൽ 2 ആകുമ്പോൾ 2G θ A2 ഈസ് ഈക്വൽ ടു S2 Q2/T2 മൈനസ് S3 Q3/T3. സെൽ 2 എടുക്കുമ്പോൾ Q2 വരുന്നുണ്ട്, Q3 വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് S2 Q2/T2 മൈനസ് S3 Q3/T3. മൈനസ് വരാൻ കാര്യം Q3യുടെ ഡയറക്ഷൻ ഈ Q2ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. Q2 ഇങ്ങനെ താഴോട്ട് വരും, Q3 മുകളിലോട്ട് പോകും. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് മൈനസ് വന്നത്. മൈനസ് S3 Q3/T3. സോ 2 ഇൻറ്റു G θ ഇൻറ്റു A2ൻ്റെ വാല്യൂ 200 ഇൻറ്റു 10⁻³ ഇസ് ഈക്വൽ ടു S2. S2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഈ ലെങ്ത് ഇത്രയും വരും. 2ൻ്റെ ടോട്ടൽ ലെങ്ത് അതാണ് AB പ്ലസ് BC പ്ലസ് CD. ABയുടെ ലെങ്ത്, BCയുടെ ലെങ്ത്, CDയുടെ ലെങ്ത്, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് S2 എന്ന് പറയുന്ന ടോട്ടൽ വരുന്നത്. സോ AB പ്ലസ് BC പ്ലസ് CD ചെയ്യുമ്പോൾ 1780 വരും. അതാണ് S2 എഴുതിയിരിക്കുന്നത്. Q2/T2 തിക്നെസ് 0.9 തന്നിട്ടുണ്ട്. മൈനസ് S3യുടെ വാല്യൂ ഓൾറെഡി ADയുടെ വാല്യൂ 330 ആണ്. അതാണ് S3. 330 ഇൻറ്റു Q3/0.9 ആണ് ആ ഒരു സെക്ഷൻ്റെ തിക്നെസ്. സോ ഇവിടെയും 2 ഇൻറ്റു 10⁻³ ഇൻറ്റു G θ എടുത്തിട്ട് 200 ഇവിടെ ഡിവൈഡ് ചെയ്യും. അന്നേരമാണ് ഈ 9.9
889 Q2 minus 1.833 Q3 is equal to 2 into 10 raised to 3 g theta. ഓക്കെ, എഴുതാനുള്ള ഇക്വേഷൻസ് എല്ലാം എഴുതി. ആദ്യത്തെ ഇക്വേഷൻ ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, 4 ഇക്വേഷൻസ് ഉണ്ട്, 4 അൺനോൺസും ഉണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്താൽ Q1, Q2, Q3, g തീറ്റ വാല്യൂസ് കിട്ടും. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്ന്. സോ 136 Q1 plus 400 Q2 is equal to 10 raised to 4. അത് ഓൾറെഡി നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇവിടെ. 136 Q1 plus 400 Q2 is equal to 10 raised to 4. അത് എഴുതി. ഇക്വേഷൻ 2. ഇക്വേഷൻ 3 ഇതായിരുന്നു കിട്ടിയത്. അതിൽ നിന്ന് ഈ Q3ക്ക് പകരം നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അന്നേരം Q1ഉം Q2ൻ്റെ ടേംസ് കിട്ടും. 21.81 Q1 minus 5.39 Q2 is equal to 2 into 10 raised to 3 g theta. അത് രണ്ടാമത്തെ ഇക്വേഷൻ. സിമിലർലി നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷനിലും Q3ക്ക് പകരം നമുക്ക് Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് എഴുതിയിരിക്കുന്നത്. Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഇത് കിട്ടും. 11.722 Q2 മൈനസ് 1.833 Q1 ഈക്വൽ ടു 2 into 10 raised to 3 g theta. ഓക്കെ, ഓൾറെഡി നമുക്ക് 1, ഇതൊരു ഇക്വേഷൻ 1, 5, 6, 156 3 ഇക്വേഷൻ കിട്ടി. 3 അൺനോൺസും ഉണ്ട്. ഏതൊക്കെയാണ് അൺനോൺ? Q3 നമ്മൾ അവോയ്ഡ് ചെയ്തു. Q3ക്ക് വരും Q1 മൈനസ് Q2 ചെയ്താൽ നമുക്ക് Q1ഉം Q2ഉം g തീറ്റ എന്നും പറഞ്ഞാൽ 3 ഇക്വേഷൻസേ കിട്ടത്തുള്ളൂ. സോ ആ 3 ഇക്വേഷനിലെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻസ് എടുത്ത് 3 അൺനോൺസ് ഉള്ള വാല്യൂ, രണ്ടാം ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ രണ്ടാമത്തെ എടുത്ത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. ഈ 3 ഇക്വേഷനുള്ളൂ. 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ 3 അൺനോൺസും കിട്ടും. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം. 3 അൺനോൺസ് വരെയുള്ളത് കാൽക്കുലേറ്റർ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സോൾവ് ചെയ്യുമ്പോൾ Q1 14.52 ന്യൂട്ടൺ പെർ മീറ്റർ, Q2 20.06 ന്യൂട്ടൺ പെർ മീറ്റർ, g തീറ്റ 0.1043. 3 അൺനോൺസ് കിട്ടും. 3 അൺനോൺസ് ആയിരുന്നു കാൽക്കുലേറ്റർ സോൾവ് ചെയ്തത്. ദെൻ Q3 കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് Q1 മൈനസ് Q2, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ Q3 ഈക്വൽ ടു Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കിട്ടും. ഇവിടെ നെഗറ്റീവ് സൈനാണ് കിട്ടിയത്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത Q3 മുകളിലോട്ടാണ് അസ്യൂം ചെയ്തത്. അത് മുകളിലോട്ടല്ല, താഴോട്ടാണ് ആക്ച്വലി വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ Q3 വാല്യൂ നെഗറ്റീവ് വന്നത്. സോ നെഗറ്റീവ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് Q3 ഈസ് ഡൗൺവേർഡ്സ് ആസ് അഗൈൻസ്റ്റ് അവർ ഇനിഷ്യൽ അസംപ്ഷൻ. നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് Q3 മുകളിലോട്ടാണെന്നാണ്. അത് തെറ്റാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഓക്കെ, വാല്യൂ കറക്റ്റ് തന്നെയാണ്. ബട്ട് Q3യുടെ ഡയറക്ഷൻ നമ്മൾ മുകളിലോട്ടുള്ളത് അസ്യൂം ചെയ്ത് മുകളിലോട്ടല്ല താഴോട്ടാണ്. ആ ഒരു ചേഞ്ചേ ഉള്ളൂ. സോ Q1, Q2, Q3 ഷിയർ ഫ്ലോസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് കിട്ടി. Determine the shear flow in different section. ഓക്കെ, പ്രോബ്ലം ഒന്നും കൂടെ നോക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പുള്ള പ്രോബ്ലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതുമാണ്. ഓക്കെ, താങ്ക് യു.